ഹായ്, ഞാൻ അനുദീപ്. നിങ്ങൾ പി എസ് സി എക്സാംസിന് വേണ്ടി വർഷങ്ങളായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷേ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ പലപ്പോഴും കട്ട് ഓഫിന് അടുത്ത് വരെ വരുന്നുണ്ട്, പക്ഷേ പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. ചില ആൾക്കാരുണ്ട്, അവർ പ്രിലിംസ് എപ്പോഴും പാസ്സാവും, പക്ഷേ മെയിൻസിൽ കാല് തട്ടി വീഴും, മെയിൻസ് പാസ്സാവാൻ സാധിക്കാറില്ല. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിലേക്കോ പി എസ് സിയിൽ എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളെ തോൽവിയിലേക്ക് വലിച്ചിടുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും വർഷത്തെ അധ്യാപന പരിചയത്തിന്റെ പുറത്തും ഈ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിലും ഈ എക്സാംസിൽ പലതിലും പൊട്ടിയ എക്സ്പീരിയൻസിലും പലതിലും റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് അടിച്ച എക്സ്പീരിയൻസിലും ഒക്കെയാണ് ഞാനിത് പറയുന്നത്. സോ എന്റെ വിജയങ്ങളിൽ നിന്നും തോൽവികളിൽ നിന്നും ഒക്കെ ഉൾക്കൊണ്ട പാഠങ്ങൾ, ഇത്രയും വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ ഇത്രയും 5 കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യണം, ഇതിൽ ഏത് റീസൺ കൊണ്ടാണ് നിങ്ങൾ പി എസ് സിയിൽ തോറ്റുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് റീസൺ കണ്ടെത്തിയാൽ നമ്മൾ അതിനങ്ങ് മാറ്റിയാൽ മതി. നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നതിന്റെ റീസൺ നമുക്ക് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ ആ റീസൺ അങ്ങ് ഒഴിവാക്കി അതിന് പരിഹാരം ചെയ്താൽ മതി, നമുക്ക് ജയിക്കാൻ സാധിക്കും. സോ എപ്പോഴും വിജയത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാവട്ടെ. എപ്പോഴും പറയുന്നത് പോലെ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഞാൻ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം കേട്ടോ. ടെലിഗ്രാം ചാനലിൽ മെമ്പേഴ്സ് ആവാം. ഇതിന് ക്ലാസ് നോട്ട്സ് ആയിട്ടില്ല ഇതിന്, എന്നാലും ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവാൻ എല്ലാവരും ശ്രമിക്കുക. ഒന്നാമത്തെ കാരണം, നിങ്ങൾ പി എസ് സി എക്സാംസിന് ഡെയിലി ഇരുന്ന് പഠിക്കാറുണ്ടോ? അല്ലെങ്കിൽ സ്ഥിരമായി ഒരു ടൈം സ്ലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന് പഠിക്കാറുണ്ടോ? മിക്കവാറും ഉള്ള സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യാറില്ല. നിങ്ങളുടെ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, ഇൻകൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ എന്താ? സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ഡെയിലി 8 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കും, പിന്നെ 4-5 ദിവസത്തേക്ക് പഠിക്കത്തില്ല, റെസ്റ്റ് ആണ്. പിന്നെ അടുത്ത ദിവസം 1 മണിക്കൂർ ഇരുന്ന് പഠിക്കും, പിന്നെ അടുത്ത ദിവസം 10 മണിക്കൂർ ഇരുന്ന് പഠിക്കും, പിന്നെ 1 മാസത്തേക്ക് പഠിത്തം കാണത്തില്ല. അതിൽ ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഡെയിലി ഒരു സമയം ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയി സ്ഥിരമായി ഡെയിലി 1 മണിക്കൂറെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, ഏറ്റവും ബേർ മിനിമം. അതല്ലെന്നുണ്ടെങ്കിൽ റിസ്ക് ആണ്. കാര്യം ഒരു ദിവസം നിങ്ങൾ 5-6 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നു, അടുത്ത ദിവസം ഒന്നും പഠിക്കുന്നില്ല. വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ആണെങ്കിലോ വീട്ടമ്മമാരാണെങ്കിലോ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്, അവരുടെ കാര്യം നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷെ അല്ലാത്ത വ്യക്തികൾ കൺസിസ്റ്റന്റ് ആയി തന്നെ പഠിക്കണം. ആമയുടെയും മുയലിന്റെയും കഥ എല്ലാവർക്കും അറിയാം. ആമയ്ക്ക് ഇത്തിരി സ്പീഡ് കുറവാണെങ്കിലും പുള്ളി കൺസിസ്റ്റന്റ് ആയിരുന്നു, അതുകൊണ്ടാണ് മുയലിനേക്കാൾ പെട്ടെന്ന് ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്യാൻ ആമയ്ക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എത്ര ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ എത്ര റാങ്ക് അടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കൺസിസ്റ്റന്റ് ആയി പി എസ് സി എക്സാംസിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പഠിച്ചില്ലെങ്കിൽ നമുക്കൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, കൺസിസ്റ്റൻസി ആണ്, കൺസിസ്റ്റൻസിയുടെ അഭാവമാണ് നിങ്ങൾ തോൽക്കാനുള്ള ഒന്നാമത്തെ റീസൺ. ഇപ്പൊ എപ്പോഴും പറയുന്ന പോലെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ബിക്കോസ് കൺസിസ്റ്റന്റ് ആയി നിങ്ങളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി രാവിലെ മോക്ക് ടെസ്റ്റുകൾ ഇടുന്നുണ്ട്, റാങ്ക് മേക്കിംഗ് പോയിന്റുകൾ പല ദിവസങ്ങളായി ഇടുന്നുണ്ട്, ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡീസിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, കുറേ കണ്ടന്റുകളൊന്നും ഇടുന്നില്ല, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കൺസിസ്റ്റന്റ് ആയി ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെലക്ടഡ് കണ്ടന്റുകൾ മാത്രമായിരിക്കും ഇവിടെ തരാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ തോൽവിയുടെ കാരണം നമ്മൾ കണ്ടു, സ്ഥിരതയില്ലായ്മ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസി ആണ്. രണ്ടാമത്തെ റീസൺ ട്രയാങ്കിൾ അപ്രോച്ചിന്റെ അഭാവമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്റെ അജണ്ട തന്നെ ഇതാ, ട്രയാങ്കിൾ അപ്രോച്ച് നിങ്ങളുടെ തലയിൽ കയറ്റുക. കാരണം ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ വിദ്യാർത്ഥി സിലബസ് അനുസരിച്ച് പഠിക്കണം, അത് റിവിഷൻ നടത്തണം, അത് പ്രാക്ടീസ് ചെയ്യണം, മാതൃകാ ചോദ്യങ്ങൾ ഉപയോഗിച്ച് മുൻകാല വർഷ ചോദ്യങ്ങൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് ട്രയാങ്കിളിന്റെ 3 സൈഡ്. ഈ 3 കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. എല്ലാവരും ചെയ്യുന്ന പണിയാണ് കുത്തിയിരുന്ന് പഠിക്കും, പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ റിവിഷൻ നടത്തുള്ളൂ, അതിലും കുറച്ച് ആൾക്കാർ മാത്രമേ പ്രാക്ടീസ് ചെയ്യത്തുള്ളൂ. മിക്കവാറും ഉള്ള ആൾക്കാർക്കൊക്കെ റിവിഷനും പ്രാക്ടീസും ഒന്നും ഇല്ല. അവർ പറയുന്നതാണ്, സാറേ പഠിച്ചിട്ട് മറന്നു പോകുന്നു, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ വായിച്ചു നോക്കുമ്പോൾ മറന്നു പോകും. മനുഷ്യനായാൽ മറന്നു പോകും. ഇപ്പം നമ്മൾ മറക്കും പിള്ളേരെ. റിവിഷൻ നടത്തിയെങ്കിൽ മാത്രമാണ് നമ്മുടെ മനസ്സിൽ പിന്നെ നിൽപ്പുണ്ടാവുക. അത് എല്ലാ മനുഷ്യന്മാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പ്രോപ്പർ റിവിഷൻ നടത്തണം.
ഇത്രയൊക്കെ റിവിഷൻ നടത്തിയിട്ടും പ്രാക്ടീസ് ചെയ്തില്ലെന്ന് പറഞ്ഞില്ല. നമ്മുടെ അറിവ് എന്ന് പറയുന്നത് എന്റെ ഒപ്പത്തിന് നിങ്ങൾ പണ്ഡിതന്മാരാവാനല്ല പഠിക്കുന്നത്, PSC റാങ്ക് ഹോൾഡേഴ്സ് ആവാനാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിവ് കുറെ സമ്പാദിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. ഈ അറിവിനെ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതിനെന്ത് വേണം? മാതൃകാ പരീക്ഷകൾ, മുൻകാല വർഷ ചോദ്യപേപ്പറുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നെ ഡെയിലി രാവിലെ അതർ സ്റ്റേറ്റ്സ് PSCയിൽ നിന്നും UPSCയിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ വരെ അവിടെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ട്രയാങ്കിളിന്റെ പുറത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് എത്താൻ ശ്രമിക്കുക. PSC ഒരു 10 ലക്ഷം പേര് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിലൊരു 15,000 20,000 ആൾക്കാർ മാത്രമായിരിക്കും പ്രോപ്പർലി ട്രയാങ്കിൾ ഉള്ളിൽ ഉണ്ടാവുക. അവർക്കിടയിൽ മാത്രമാണ് കോമ്പറ്റീഷൻ. അവർക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ജോലി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രയാങ്കിളിന്റെ പുറത്താണോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട റീസൺ. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഒരു ടോക്സിക് ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ PSC എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം, അതിന് കുറെ ന്യൂനതകളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ പത്രം തുറന്നാലും TV തുറന്നാലും എല്ലായിടത്തും PSC ഇട്ട് ട്രോളുമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു അസോസിയേഷനെ പറ്റി പറയുന്നവരാണ് പലപ്പോഴും PSC പറ്റി പറയുന്നത്. അത്രയും പ്രശ്നമൊന്നും PSC ഇല്ല. PSC പോരായ്മയുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഈ ഇത്രയും ട്രോളുന്നതിന്റെ അനുസരിച്ചുള്ള പ്രശ്നമൊന്നും PSC ഇല്ല. ബിക്കോസ് വർഷം 100 കണക്കിന് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു, 10,000-കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. പക്ഷെ ഈ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? PSC പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു. ശ്രദ്ധിക്കണം, PSCക്ക് വേണ്ടി ആത്മാർത്ഥമായി കൺസിസ്റ്റന്റ് ആയി ട്രയാങ്കിളിന്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്റെ അറിവ് ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് പഠിക്കാൻ മടിയാണ്. അതിന്റെ കൂടെ ഇത്തരം വാർത്തകൾ കൂടെ കേൾക്കുമ്പോൾ ഓക്കെ, പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാൽ പിന്നെ എന്തിനാ പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ മാറിയിരിക്കും. ജന്മനാ നമ്മളൊക്കെ മടിയന്മാരാണ്, പഠിക്കാൻ വയ്യ, ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും വയ്യ. പക്ഷേ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ ആ ഒരു ശീലത്തിനെ, നമ്മുടെ ആ ഒരു പാർട്ടിനെ ഇത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറയുന്നു, കുറെ വർഷമായല്ലോ PSC പഠിച്ചിട്ട്, ഒരു ഗുണവും ഇല്ലല്ലോ, അല്ലെങ്കിൽ ചേട്ടൻ പറയുന്നു ഇന്ന് പഠിച്ചിട്ട് കാര്യമില്ലെന്ന് പറയുന്നു. ഇപ്പൊ ഇത്തരം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ പഠന നിലവാരം താഴേക്ക് വരും. ഇത് ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് വരാം, പുറത്തുനിന്ന് വരാം. ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ തന്നെ ആയിരിക്കും നിങ്ങളുടെ ചോദിക്കുന്നത്, കുറെ വർഷമായാലോ പഠിക്കുന്നത്, എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിൽ വെക്കാൻ കാട്ടില്ല. ഒരു ചെവി കൂടെ ഇട്ട് മറ്റു ചെവി കൂടെ കളയാം. പക്ഷെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, രണ്ട് സുഹൃത്തുക്കൾ, രണ്ട് ആൾക്കാരിൽ നിന്ന് പഠിക്കുന്നു. ഒരാൾ മറ്റവനെ ശരിക്കും ഡിമോട്ടിവേറ്റ് ചെയ്യും. അതായത് കഴിഞ്ഞ LSGSന്റെ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, LSGSന്റെ ക്ലാസ്സസ് ഒക്കെ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നടത്തിക്കൊടുക്കുന്ന പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുന്നു. ഒരു പയ്യൻ വന്നിട്ട് പറയുന്നു, LSGS ഒന്ന് വിളിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ ആരും പഠിക്കേണ്ടെന്ന്, എന്തിനാ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്? ഞാൻ നോക്കിയപ്പോഴത്തേക്കും അയാളും നമ്മുടെ ബാച്ചിനകത്ത് നിന്ന് പഠിക്കുന്ന വ്യക്തിയാണ്. മനസ്സിലായല്ലേ? അപ്പൊ നിങ്ങളുടെ ചുറ്റും ഇത്തരം ആൾക്കാരുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ കുറയ്ക്കുക എന്നുള്ളത് ഒരു എന്താ പറയാ, സർവൈവൽ ടാറ്റിക്സ് ആയിട്ട് പലരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് PSC പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് PSCക്ക് പോയി ആത്മാർത്ഥമായി പഠിക്കുന്ന വ്യക്തികളാണിത്. ഞാൻ ഈ പറഞ്ഞ കക്ഷി പ്രിലിംസും പാസ്സായി, മെയിൻസ് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെന്നാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പൊ അയാൾ ഇതിൽ പഠിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നമ്മുടെ സ്റ്റഡീസിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. നമ്മളൊരു വണ്ടി ഓടിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പൊ റോഡിൽ നടക്കുന്ന എല്ലാ ബഹളങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാലോ, അപ്പുറത്തെ വീട്ടിലെ പറമ്പിലെ കാര്യങ്ങൾ, ഇപ്പോഴത്തെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി ഇടിക്കും, മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള നോയ്സുകൾ ഒഴിവാക്കുക, ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യം ട്രയാങ്കിളിന്റെ ഉള്ളിൽ എത്തുക എന്നുള്ളത് മാത്രമായിരിക്കണം. ട്രയാങ്കിളിന്റെ ഉള്ളിൽ എത്തിയാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒരു സേഫ് ആയ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പൊ നമ്മൾ 3 റീസൺസ് കണ്ടു. ഇൻകൺസിസ്റ്റൻസി കണ്ടു, ട്രയാങ്കിളിന്റെ അഭാവം കണ്ടു, അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള എന്താ പറയാ അറ്റ്മോസ്ഫിയർ. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് സ്ട്രെസ് മാനേജ്മെന്റ്. നല്ല മിടുക്കികളുമായിട്ടുള്ള പല ഉദ്യോഗാർത്ഥികളും നല്ല രീതിയിൽ ക്ലാസ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേർ. പക്ഷെ അവർ എക്സാം ഹോളിൽ കാലെടുത്ത് വെക്കുമ്പോൾ അവരുടെ കാല് വിറയ്ക്കും, കൈ വിറയ്ക്കും, സ്ട്രെസ് കൂടും, അവിടെ എന്താ പറയുക ബോഡി ടെമ്പറേച്ചർ താഴേക്ക് വരും, ഹേർട്ട് ബീറ്റ് കൂടും, അവസാനം എക്സാം ചളമാകും. ഈ ഞാൻ പറഞ്ഞത് എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ആ എക്സാം ഹോൾ നമ്മളെ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നതനുസരിച്ചാണ് ഫ്യൂച്ചർ മൊത്തം ഇരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങളൊരു സിവിൽ സർവന്റ് ആവാനാണ് തയ്യാറെടുക്കുന്നത്. ഒരു സിവിൽ സർവന്റിന്
പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷകളിലൊക്കെ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതൊരു സ്ട്രെസ്ഫുൾ ഏർപ്പാടാണ്. ഒരു ശരാശരി വ്യക്തി കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി ട്രയാങ്കിൾ റൂട്ടിലേക്ക് എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ ചാനലിൽ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ഒരു എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മെഡിറ്റേഷന്റെ വീഡിയോ, സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ബൂസ്റ്റിംഗ് മെഡിറ്റേഷന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അതൊന്ന് കണ്ടു നോക്കാം. സ്ട്രെസ് മാനേജ്മെന്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് സ്ട്രെസ് മാനേജ്മെന്റ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷനെയും ആങ്സൈറ്റിയും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് അടിപൊളിയായിരിക്കും, കോൺസെൻട്രേഷൻ കൂടും, എക്സാം പെർഫോമൻസും വേറെ ലെവലിലേക്ക് എത്തും. ഇത് നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുക, സ്ട്രെസ് മാനേജ്മെന്റ്. ഒരു കാര്യം അറിഞ്ഞാൽ മതി, ഈ ഡയമണ്ടും കൽക്കരിയും രണ്ടും കാർബണിന്റെ ഫോംസ് തന്നെയാണ്. പക്ഷെ കൂടുതൽ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്, ഭൂമിക്കടിയിൽ ആ അത്രയും എക്സ്ട്രീം പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ആ കാർബണിന് ഡയമണ്ട് ആവാൻ സാധിച്ചത്. സോ അതിന്റെ വാല്യൂ അത്രയും കൂടി. അത്രയും പ്രഷർ ഹാൻഡിൽ ചെയ്യാത്തതാണ് കൽക്കരി. അപ്പം ഇറ്റ്സ് യുവർ ചോയ്സ്, നിങ്ങൾക്ക് ഡയമണ്ട് ആവണോ കൽക്കരി ആവണോ. ബിക്കോസ് നമ്മൾ ഒരു ഉയർന്നു പോകും തോറും നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റിലെ സ്ട്രെസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടാൻ പാടില്ല. നമ്മുടെ ചുറ്റും നമ്മുടെ ചലഞ്ചസ് കൂടും, നമ്മുടെ ചുറ്റുമുള്ള എന്താ പറയുക ആക്ടിവിറ്റീസ് കൂടും. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോത്ത് നടക്കുന്ന സാഹചര്യത്തിലൊക്കെ എൻവയോൺമെന്റ് സ്ട്രെസ്ഫുൾ ആയിക്കൊണ്ടിരിക്കും. അവിടെ നമ്മുടെ വിജയം നിശ്ചയിക്കുന്നത് നമ്മൾ സ്ട്രെസ്ഫുൾ ആണോ അതോ കാം ആൻഡ് കമ്പോസ്ഡ് ആണോ എന്നുള്ളതനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഹയർ ലെവൽ ബ്യൂറോക്രാറ്റിക് പൊസിഷനാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അടിപൊളിയായിട്ട് ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, കൽക്കരി ആകണോ ഡയമണ്ട് ആവണോ നിങ്ങൾ തന്നെ തീരുമാനിക്കാം. അപ്പൊ 4 കാരണങ്ങൾ നമ്മൾ കണ്ടു. ഇനി 5ാമതായി എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത് ഈ ഒരു പ്രശ്നമാണ്. PSC ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ബഹുഭൂരിപക്ഷം PSC ഉദ്യോഗാർത്ഥികൾ പഴയ പാറ്റേണിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2019 തൊട്ട് PSCയുടെ പാറ്റേണിൽ, ചോദ്യങ്ങളുടെ പാറ്റേണിൽ നല്ല മാറ്റമുണ്ട്, എക്സാംസിന്റെ പാറ്റേണിൽ നല്ല മാറ്റമുണ്ട്. പണ്ട് റാങ്ക് ഫയൽ പഠിക്കുക, മുൻകാല വർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക, എക്സാം എഴുതുക, പാസ്സാവുക, തീർന്നു. പക്ഷെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് ഫയൽ പഠിക്കണം, അതിനോടൊപ്പം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ പഠിക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് അടിപൊളിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റണം, കുറച്ചും കൂടെ അനലിറ്റിക്കലായി ചിന്തിക്കണം. പണ്ട് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്, തത്തമേ പൂച്ച പൂച്ച. പക്ഷെ ഇപ്പോഴോ കുറച്ച് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ പഠനം നിങ്ങൾ മാറ്റണം. ഇതിന് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സജ്ജമാക്കുന്ന രീതിയിലുള്ള ഫ്രീ ക്ലാസ്സസ് നമ്മുടെ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എലിമിനേഷൻ ടെക്നിക്സിന്റെ ക്ലാസ്സുകൾ, ആഴത്തിലുള്ള പഠനം, അതിനോടൊപ്പം ബുക്ക് ലിസ്റ്റ്, ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം, എങ്ങനെയാണ് അനലിറ്റിക്കലായി ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യം ഒക്കെ നമ്മൾ UPSC PSC വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം കണ്ട് പഠിച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓൾഡ് പാറ്റേണിലാണ് നിങ്ങൾ, പഴയ പാറ്റേണിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ തോൽവിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിക്കോസ് ശരിയായ വഴിയെ സഞ്ചരിക്കണം, അല്ലെങ്കിൽ പണി പാളും. UPSC നിലവാരത്തിൽ തന്നെ പഠിക്കണം, ആഴത്തിൽ ഇറങ്ങി പഠിക്കണം, കുറച്ച് ആസ്വദിച്ച് തന്നെ പഠിക്കണം. ഇത് നല്ല സിലബസ് ആണ്, നമുക്ക് വളരെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു സിലബസ് ആണ്. ഈ രീതിയിൽ പുതിയ പാറ്റേണിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ആഴത്തിലുള്ള ക്ലാസ്സുകളാണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും മെന്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. 10th +2 ഡിഗ്രി ലെവലിൽ ഒരുവിധം എല്ലാ പരീക്ഷകൾക്കും ഞങ്ങൾക്ക് ബാച്ചസ് ഉണ്ട്, KAS അടക്കം. ഫീസസ് ഒക്കെ വളരെ അഫോർഡബിൾ ആണ്. ഈ പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ ബാച്ച് പരിഗണിക്കുക. ബിക്കോസ് പഴയ പാറ്റേണിൽ പഠിച്ചിട്ട് ഇനിയുള്ള പരീക്ഷകൾക്ക് നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോഴും പല ബഹുഭൂരിപക്ഷ വിദ്യാർത്ഥികളും ആ ഓൾഡ് പാറ്റേൺ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ PSC ഇപ്പോൾ യഥാർത്ഥത്തിൽ കോമ്പറ്റീഷൻ കുറവാണ്. കുറച്ച് ആൾക്കാർക്ക് ഇടയിൽ മാത്രമാണ് ഈ കോമ്പറ്റീഷൻ ട്രൂ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കോമ്പറ്റീഷന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ 5 കാരണങ്ങളിൽ ഏത് കാരണമാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങളിൽ അത് നിങ്ങൾക്ക് പറയാം. അതല്ലെങ്കിൽ ഇത് 5 കാരണങ്ങൾ അല്ലാത്ത മറ്റെന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ എനിക്കൊന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റും, എന്താണ് കേരള PSC പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ചലഞ്ചസ് എനിക്ക് ഒന്ന് പഠിക്കാൻ സാധിക്കും. അപ്പൊ അതനുസരിച്ചുള്ള, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന വീഡിയോ ആയിരിക്കും ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം കൃത്യമായിട്ട് കമന്റ് സെക്ഷനിൽ പറയുക, ടോക്ക് ടു മീ. അപ്പോൾ മാത്രമായിരിക്കും എനിക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.